നമസ്കാരം. മലയാളത്തിലെ ശ്രദ്ധേയായ അഭിനേത്രിയും അവതാരകയുമാണ് ജ്വൽ മേരി. മഴവിൽ മനോരമയിലെ D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ജ്വൽ മലയാള മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. പത്തേമാരി എന്ന ചിത്രത്തിലൂടെയാണ് ജ്വൽ മേരി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള ഏഷ്യ വിഷൻ അവാർഡ് ലഭിച്ചു. അതിനുശേഷം ഒരേ മുഖം, ഞാൻ മേരിക്കുട്ടി, പാപ്പൻ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ നിരവധി മലയാളം, തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. അവതരണത്തിലെ സ്വാഭാവികതയും അഭിനയത്തിലെ മികവും ജ്വലിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി. അങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ജ്വൽ മേരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. പ്രതികരിക്കേണ്ടിടത്ത് കൃത്യമായി പ്രതികരിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമ മാതൃക കൂടെ ആയിരിക്കുകയാണിപ്പോൾ ജ്വൽ. യൂട്യൂബ് ചാനൽ അവതാരകരെ വിമർശിച്ചുകൊണ്ടാണ് നടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവതരണം എന്നത് ഏറെ വിവേകത്തോടെ ചെയ്യേണ്ട ജോലിയാണെന്നും അത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണെന്നും ജ്വൽ മേരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. നമ്മുടെ വാക്കുകളും ഭാഷയും സത്യമായിരിക്കണമെന്നും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ലെന്ന് പറയാനുള്ള ധൈര്യം അവതാരകർക്കുണ്ടാകണമെന്നും ജ്വൽ മേരി പറയുന്നു. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നോ അതോ ആകാംക്ഷയായിരുന്നോ എന്ന് ഒരു അവതാരക ചോദിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയി. മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ലെന്നും ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിലയുണ്ടെന്ന് മറക്കരുതെന്നും ജ്വൽ മേരി വ്യക്തമാക്കുന്നു. ആങ്കറിംഗ് എന്ന തൊഴിൽ ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ അവതാരകരുടെ ജോലി ചെയ്യുമ്പോൾ ഭാഷയും ചോദ്യങ്ങളും മനുഷ്യരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണെന്ന ബോധം നമുക്ക് വേണം. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കുക. അത് ചോദിക്കുന്നത് മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നെങ്കിൽ അത് ചോദിക്കില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുക. ഒരഭിമുഖത്തിലെ ചോദ്യം ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചില്ലേ എന്നാണ്. അത് ഭയങ്കര സന്തോഷത്തിലാണ് ചോദിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ചോദ്യം അവർ അതുവരെ വായിച്ചു നോക്കിയിട്ടില്ല എന്നതാണ്. അതൊരു അവതാരക എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. ചോദ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം നിങ്ങൾക്കുണ്ടാകണം. മനുഷ്യരോട് ഇടപഴകാൻ അറിയുന്ന, മനുഷ്യത്വമുള്ള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന, കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ ഉണ്ടാകും. ഒരു ചോദ്യം എഴുതി തരുമ്പോൾ ഞാനത് ചോദിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഞാനൊക്കെ ഒരുപാട് TV ഷോകളും സ്റ്റേജ് ഷോകളും ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയും, ചേട്ടാ ഇത് ഞാൻ ചോദിക്കില്ല എന്ന്. പകരം മറ്റൊരു ചോദ്യം ചോദിക്കാമെന്ന് ഓപ്ഷൻ കൊടുക്കും. അവിടെയാണ് നിങ്ങൾ ക്രിയേറ്റീവായ ഒരു വ്യക്തിയാകുന്നത്. അല്ലാതെ ഇങ്ങനെ ചെളിയും ചാണകത്തിലും കൈയിട്ട് ഇളക്കരുത്. ഭയങ്കര മോശമാണത്. ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് കാത്തു സൂക്ഷിക്കൂ എന്നാണ് ജ്വൽ പറയുന്നത്. അതേസമയം നടിയുടെ ഈ പ്രതികരണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത്തരം മോശമായ രീതിയിൽ ആങ്കറിംഗ് ചെയ്തവരൊക്കെ ഇതിനോടകം മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇതാണ് ശ്രദ്ധേയം.